So, good morning. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ നമുക്കൊരു പാസേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് റീഡ് ദി ഫോളോയിങ് പാസേജ് ഓൺ ആനിമേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ നമുക്കൊരു പാസേജ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനെ ബേസ് ചെയ്ത് ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ടേബിളിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതെന്ന്. ബേസ് ഫോം, പാസീവ് ഫോമും അതിൻ്റെ ബേസ് ഫോമും ആണ് നമ്മളോട് ടേബിളിൽ ഫില്ല് ചെയ്യാനായിട്ട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പാസേജ് ഒന്ന് വായിക്കാം. പാസേജ് വായിച്ചിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് പാസീവ് വോയിസ് ഫോം, ഏതൊക്കെ വേർഡ്സ് ആണ് പാസീവ് വോയിസ് ഫോമിൽ വരുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ നമുക്ക് പാസേജ് വായിക്കാം. പാസേജ് ഇതാണ്, ഇങ്ങനെയാണ് പോകുന്നത്. സോ ആനിമേഷനെ പറ്റിയിട്ടുള്ള ഒരു പാസേജ് ആണ്. നല്ല പിക്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. സോ ആനിമേഷൻ ഇസ് എ മെത്തേഡ് ഇൻ വിച്ച് ഫിഗേഴ്സ് ആർ മാനിപ്പുലേറ്റഡ് ടു അപ്പിയർ ആസ് മൂവിങ് ഇമേജസ്. അപ്പോൾ എല്ലാത്തിലും ആദ്യത്തെ സെന്റൻസിൽ എന്താണെന്നാണത് പറയുന്നത് അല്ലേ. എല്ലാ പാസേജിലും ഇപ്പോൾ പ്രോസസ് ഡിസ്ക്രിപ്ഷനിലായാലും പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിലായാലും ആദ്യം ഒരു പാസേജ് തുടങ്ങുമ്പോഴത്തേക്കും അതിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് എന്താണ് അതിൻ്റെ യൂസ്, ഒരു പ്രോസസ്സ് ആണെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് ആ പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ സ്പെസിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു പാസേജിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം ആനിമേഷനെ പറ്റിയിട്ടുള്ള ഒരു പാസേജ് ആണ്. അപ്പോൾ ആനിമേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഈ പാസേജ് തുടങ്ങുന്നത്. സോ ആനിമേഷൻ എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ് ഇൻ വിച്ച് ഫിഗേഴ്സ് ആർ മാനിപ്പുലേറ്റഡ് ടു അപ്പിയർ ആസ് മൂവിങ് ഇമേജസ്. അപ്പോൾ ഫിഗേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മൂവിങ് ഇമേജസ് ആക്കി മാറ്റുകയാണ് ആനിമേഷനിൽ ചെയ്യുന്നത്. ആൻഡ് ഇൻ ട്രഡീഷണൽ ആനിമേഷൻ the artist draw or paint the images by hand on transparent celluloid sheets. അപ്പോൾ ഇൻ ട്രഡീഷണൽ ആനിമേഷൻ, അപ്പോൾ ട്രഡീഷണൽ ആനിമേഷൻ അതായത് പഴയ കാലത്തെ ആനിമേഷൻ, പഴയ രീതിയിലുള്ള ആനിമേഷനിൽ എന്തായിരുന്നു ആർട്ടിസ്റ്റ് ചെയ്യുന്നത്? ദേ ഡ്രോ ഓർ പെയിന്റ് ദി ഇമേജസ് ബൈ ഹാൻഡ്. അപ്പോൾ ഇമേജസ് ഒക്കെ ബൈ ഹാൻഡ് കൈ കൊണ്ട് വരച്ച് പെയിന്റ് ചെയ്ത് ട്രാൻസ്പാരന്റ് സെല്ലുലോയിഡ് ഷീറ്റ്സിൽ പെയിന്റ് ചെയ്യുകയോ വരയ്ക്കുകയായിരുന്നു അവർ ചെയ്തത്. ബട്ട് ടുഡേ മോസ്റ്റ് ആനിമേഷൻസ് ആർ മെയ്ഡ് വിത്ത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി. പക്ഷേ ഇന്നത്തെ കാലത്ത് മിക്ക ഇമേജസും കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറിയിലൂടെയാണ്, മിക്ക ആനിമേഷൻസും കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറിയിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ കമ്പ്യൂട്ടർ ആനിമേഷൻ ക്യാൻ ബി very detailed 3D animation which we while computer animation can be very detailed 3D animation while we use 2D computer animation for stylistic reasons, low bandwidth or faster real-time renderings അപ്പോൾ computer animations can be very detailed 3D animations while we use 2D animation for stylistic reasons, low bandwidth or faster real-time renderings. അപ്പോൾ computer animations എന്ന് പറയുന്നത് animation can be very detailed 3D animations. അപ്പോൾ computer animations ഡീറ്റെയിൽഡ് ആയിട്ട് ഭയങ്കര ഡീറ്റെയിൽസ് ഉള്ള 3D animations ആവാം. പക്ഷേ while we use 2D computer animation for stylistic reasons, പക്ഷേ മിക്കവാറും നമ്മൾ 2D computer animations ആണ് നമ്മൾ generally യൂസ് ചെയ്യുന്ന for stylistic reasons, for low bandwidth or faster real-time renderings. അപ്പോൾ low bandwidth or faster real-time renderings-ന് വേണ്ടി usually 2D computer animations ആണ് നമ്മൾ കാണുന്നത്. And commonly the effect of animation is achieved by a rapid succession of sequential images that minimally differ from each other. Commonly the effect of animation, commonly means generally,
The effect of animation is achieved by a rapid succession of sequential images that minimally differ from each other. അതായത് ഒരു ആനിമേഷൻ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ റാപ്പിഡ് സക്സഷൻ ഓഫ് സീക്വൻഷ്യൽ ഇമേജസ്. അതായത് ഇമേജസിൻ്റെ ഒരു റാപ്പിഡ് സക്സഷനിലൂടെ, വളരെ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള സക്സഷനിലൂടെയാണ് നമുക്ക് ആനിമേഷൻ ഇമേജസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദീസ് ഇമേജസ് മിനിമലി ഡിഫർ ഫ്രം ഈച്ച് അതർ. തന്നെ ഈ ഇമേജസ് തമ്മിൽ, അപ്പോൾ കുറേ ഇമേജസിൽ പെട്ടെന്ന് സക്സീഡ് ചെയ്യുമ്പോൾ, പെട്ടെന്ന് സക്സഷനിൽ പോകുമ്പോഴാണ് ഒരു ആനിമേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ സക്സസ്, ഇപ്പം ഈ ഓരോ ഇമേജസും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ആൻഡ് ദ ഇല്യൂഷൻ ആസ് the illusion as in motion pictures in general is thought to rely on the phi phenomenon and beta movement. But the illusion as in motion pictures is thought to rely on the phi phenomenon and beta movement. അപ്പോൾ ഈ ഒരു ഇല്യൂഷൻ ഉണ്ടല്ലോ, ഈ പിക്ചേഴ്സ് മൂവ് ചെയ്യുകയാണെന്നുള്ളൊരു ഇല്യൂഷൻ. അത് ഇല്യൂഷൻ മീൻസ് നമുക്കൊരു തോന്നലാണ് അല്ലേ. അപ്പോൾ ശരിക്കും ആ പിക്ചേഴ്സ് മൂവ് ചെയ്യുന്നില്ല, പെട്ടെന്ന് അത് ഇങ്ങനെ റാപ്പിഡ് സക്സഷനിൽ നമ്മുടെ മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പിക്ചേഴ്സ് മൂവ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ. അപ്പം ഈ ഒരു ഇല്യൂഷൻ, മോഷൻ പിക്ചേഴ്സിൻ്റെ ഈ ഒരു ഇല്യൂഷൻ ഇസ് ജനറലി തോട്ട് ടു റിലൈ ഓൺ ഫൈ ഫിനോമിനൻ ആൻഡ് ബീറ്റ മൂവ്മെന്റ്. ജനറലി ഫൈ ഫിനോമിനനിലും ബീറ്റ മൂവ്മെന്റിലാണ് റിലൈ ചെയ്യപ്പെടുന്നതെന്നാണ് വിചാരിക്കേണ്ടത്. ബട്ട് ദി എക്സാക്ട് കോസസ് ആർ സ്റ്റിൽ അൺസർട്ടൻ. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കോസസ്, എക്സാക്റ്റ് ആയിട്ടുള്ള കോസസ് ഇപ്പോഴും അൺസർട്ടൻ ആണ്, ഇപ്പോഴും നിർണയിക്കപ്പെട്ടിട്ടില്ല. Television and video are popular electronic animation media that originally were analog and now operate digitally. But television video ആണ് popular electronic animation media. ടെലിവിഷനും വീഡിയോ ആണ് പോപ്പുലർ ഇലക്ട്രോണിക് ആനിമേഷൻ മീഡിയ ദാറ്റ് ഒറിജിനലി വെയർ ആനലോഗ്. അത് ശരിക്കും ആനലോഗ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ദേ ആർ ഓപ്പറേറ്റഡ് ഡിജിറ്റലി. For display on the computer, techniques like animated GIF and flash animations were developed. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമേറ്റഡ് GIF-ഉം ഫ്ലാഷ് ആനിമേഷൻ ടെക്നിക്സും ഒക്കെ വേർ ഡെവലപ്ഡ്. ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ പാസീവ് ഫോമിലുള്ള വാക്കുകളാണ്. വേർ ഡെവലപ്ഡ്. ആൻഡ് ആനിമേഷൻ ഇസ് വൈഡ്ലി used today in video games, motion graphics. And animation is widely used today in video games, motion graphics, user interfaces and visual effects. And animation എവിടെയൊക്കെയാണ് widely യൂസ് ചെയ്യപ്പെടുന്നത്? വീഡിയോ ഗെയിംസിലും മോഷൻ ഗ്രാഫിക്സിലും യൂസർ ഇൻ്റർഫേസസിലും വിഷ്വൽ എഫക്ട്സിലൊക്കെയാണ് നമ്മൾ ആനിമേഷൻസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ പാസേജ്, നമുക്ക് തന്നിട്ടുള്ള ആനിമേഷൻ്റെ പാസേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി ഷോർട്ട് പാസേജ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? പിക്ക് ഔട്ട് ഫ്രം ദി പാസേജ്. സോ ഈ ഒരു പിക്ചർ നോക്കിക്കേ, കണ്ടോ? ഈ പിക്ചർ പെട്ടെന്ന് നമ്മൾ റാപ്പിഡ് സക്സഷനിൽ ഓരോന്ന് ഇങ്ങനെ മറിയുമ്പോഴത്തേക്ക് നമുക്കിത് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുക അല്ലേ. അതാണ് അതിനകത്ത് പറയുന്നത്. ദെൻ pick out from the passage the base forms and passive verb forms used. അപ്പോൾ ഈ പാസേജിൽ നിന്ന് ബേസ് verb ഫോംസിൻ്റെ വെർബിൻ്റെ ബേസ് ഫോമും പിന്നെ പാസീവ് വെർബും പിക്ക് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ ടേബിൾ ബിലോ. ആൻ എക്സാമ്പിൾ ഓഫ് ഈച്ച് ഹാസ് ബീൻ ഗിവൺ ടു ഹെൽപ്പ് യു. അപ്പോൾ ബേസ് ഫോമും ആൻഡ് പാസീവ് ഫോമും എഴുതാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇസിൻ്റെ ബേസ് ഫോം എന്താണ് എന്നുള്ളതാണ്. ഇസാണ് ബേസ് ഫോം ആൻഡ് പാസീവ് ഫോം. ഇസിൻ്റെ പാസീവ് ഫോം എന്താണ്? ഇസിൻ്റെ പാസീവ് ഫോം വാസ് ആണ് അല്ലേ. പിന്നെ ആർ മാനിപ്പുലേറ്റഡ്, ഇതൊരു പാസീവ് ഫോമാണ്. ആർ മാനിപ്പുലേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ഫോം മാനിപ്പുലേറ്റ്
അല്ലേ, മാനിപ്പുലേറ്റ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഇനി രണ്ടെണ്ണം കൂടെ നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വെയർ ഡെവലപ്ഡ് നമുക്ക് എഴുതാം. വെയർ ഡെവലപ്ഡ് പാസീവ് ഫോം ആണ്, അതിൻ്റെ ബേസ് ഫോം ഡെവലപ്പാണ് അല്ലേ, ബേസ് ഫോം ഡെവലപ്പാണ്. പിന്നെ ദെൻ പിന്നെ നമുക്ക് ഏതാ പറ്റുന്നേ, just see the traditional animation. Draw, the artist draw. Artist draw or paint. Draw നമ്മൾ ബേസ് ഫോം ആക്കിയ ഡ്രോൺ നമുക്ക് ആർ ഡ്രോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാസീവ് ഫോമിൽ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ വെയർ ഡെവലപ്ഡ്, ആർ ഡ്രോൺ, ആർ മാനിപ്പുലേറ്റഡ്, ഇതെല്ലാം നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ബേസ് ഫോമും പാസീവ് ഫോമും കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, complete the following sentences using the correct form of the passive verb. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ പാസീവ് ഫോമിൻ്റെ കറക്റ്റ് ഫോം ചൂസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ diode dash by joining two equally doped p-type and n-type semiconductor material. A diode dash by joining അപ്പോൾ is made അല്ലേ, a diode is made. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ തരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. നമ്മളൊന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക്, അതായത് നമ്മളൊന്ന് ഉറക്കെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്കത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ ഒന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. അപ്പോൾ ഡയോഡ് ഇസ് മെയ്ഡ് ബൈ ജോയിനിങ് ടു ഈക്വലി ഡോപ്ഡ് p-type and n-type semiconductor material. Then the first handheld cellular mobile phone dash by John F. Mitchell and Martin Cooper of Motorola. The first handheld cellular mobile phone എങ്ങനെയാണ്, was invented അല്ലേ, was invented by John F. Mitchell and Martin Cooper of Motorola. Iron dash as catalyst in the process of ammonia synthesis. Iron is used as catalyst in the process of ammonia synthesis. Then the order dash in 2 days. The order will be shipped in 2 days അല്ലേ, will be അപ്പോൾ ഷിപ്പ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്, will be shipped in 2 days. Then the machine dash lubricated once every month. The machine must be lubricated once every month. The machine must be lubricated once every month. Then the working of the lathe machine is given below. അപ്പോൾ ഒരു lathe machine ന്റെ working നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. It's given below. Fill in the blanks using the appropriate passive voice form. passive voice form വെച്ചിട്ട് ഫില്ല് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓഫ് ദി വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അപ്പോൾ ബ്രാക്കറ്റിൽ കുറച്ച് വേർബ്സ് തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് താഴെ കൊടുത്തേക്കുന്ന പാസേജ് ഫില്ല് ചെയ്യണം. ഡോണ്ട് ഫർഗെറ്റ് ടു യൂസ് ദ V3 ഫോം ഓഫ് ദി വേർബ്. അപ്പം നമ്മൾ V3 ഫോമാണ് നമ്മളിനി ഈ പാസേജിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ lathe machine is one of the most important machine tools. Lathe machine is one of the most important machine tools in use in the metal working industry. The prototype dash by David Wilkinson in 1794. The prototype ഏതാ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെ പ്രോട്ടോടൈപ്പ് ഡിസൈൻ കൊടുക്കുക അല്ലേ. the prototype was designed. The prototype was designed by David Wilkinson in 1794. Then the lathe machine dashed to remove unwanted metals from the workpiece to give desired shape and size. The lathe
machine dash to remove unwanted metals. അപ്പോൾ dash to remove unwanted metals എന്താ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ലേത്ത് മെഷീൻ അൺവാണ്ടഡ് മെറ്റൽസ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ലേത്ത് മെഷീൻ is used to remove unwanted metals from the workpiece to give desired shape and size. The important parts are the workpiece and the faceplate. The workpiece dash between two rigid and strong supports called centers or inner chuck or faceplate which revolves. The workpiece dash between two rigid and strong support. അപ്പോൾ ഡാഷ് ബിറ്റ്വീൻ അപ്പം രണ്ടിൻ്റെയും ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മൗണ്ട് ചെയ്യപ്പെടുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ is mounted. So the workpiece is mounted between two rigid and strong supports called centers or inner chuck or face plate which revolves. Then the faceplate or chuck dash on the machine spindle. Dash on the machine spindle. എന്താ നമുക്ക് പറയാൻ പറ്റുന്ന ഡാഷ് ഓൺ ദ മെഷീൻ സ്പിന്നർ. ദ ഫേസ് പ്ലേറ്റ് ഓർ ചക്ക് holds on the machine. The face plate or chuck holds on the machine spindle. Then the normal cutting operations dash with the cutting tool fed either parallel or at right angles to the axis of the work. The normal cutting operations are perform ചെയ്യുന്നതാണ് അല്ലെ. ജനറലി കട്ടിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ദ നോർമൽ കട്ടിംഗ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് വിത്ത് ദി cutting tool fed either parallel or at right angles to the axis of work. Okay. So that's it. അപ്പോൾ അവിടെ മൗണ്ടിൻ്റെ ഡിസൈനിൻ്റെ പെർഫോമിൻ്റെ ഹോൾഡിൻ്റെ ഒക്കെ നമ്മൾ പാസീവ് ഫോമാണ് യൂസ് ചെയ്തേക്കുന്നത്. The normal cutting operation. Okay. Then shaping of plastics. Again നമുക്ക് ഒരു പാസേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഷേപ്പിംഗ് ഓഫ് പ്ലാസ്റ്റിക്സ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പാസേജ് ഒന്ന് വായിക്കാം. സോ ഷേപ്പിംഗ് ഓഫ് പ്ലാസ്റ്റിക്സ്. ദർ ആർ മെനി വേസ് ഓഫ് ഷേപ്പിംഗ് പ്ലാസ്റ്റിക്സ്. അപ്പോൾ പ്ലാസ്റ്റിക് ഷേപ്പ് ചെയ്യാനായിട്ട് പല രീതികളുണ്ട്. എക്സ്ട്രൂഷൻ ബ്ലോ മൗൾഡിംഗ്. Extrusion blow molding EBM is one popularly used way of shaping plastic. അപ്പോൾ EBM ആണ് പോപ്പുലർ ആയിട്ട് പ്ലാസ്റ്റിക് ഷേപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. And it is used to make bottles. And ഇത് ബോട്ടിൽസ് ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. The following is the step by step process of how EBM is done. അപ്പോൾ ഇനി പറയുന്നത് EBMന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. റീഡ് ഇറ്റ് ആൻഡ് ദെൻ കംപ്ലീറ്റ് ദി പ്രോസസ് ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ഫോളോസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വായിച്ചിട്ട് നമുക്ക് താഴെ തന്നേക്കുന്നത് ഒരു പാരഗ്രാഫായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. ദാറ്റ് ഇസ് യുവർ ജോബ്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് തന്നേക്കുന്നത് ഫസ്റ്റ് പ്രോസസ്സ് എന്താ? മെൽറ്റ് ആൻഡ് പോർ തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ ഇൻ ടു എ ഹോളോ ട്യൂബ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ മെൽറ്റ് ചെയ്ത് ഒരു ഹോളോ ട്യൂബിലേക്ക് ഒഴിക്കുക. ക്ലോസ് ദി മൗൾഡ് ക്ലോസ് ചെയ്യുക. ബ്ലോ കംപ്രസ്ഡ് എയർ ഇൻ ടു ദി പാരിസൺ ഫില്ലിംഗ് ദി മൗൾഡ്. അപ്പോൾ അതിലേക്ക് കംപ്രസ്ഡ് എയർ ബ്ലോ ചെയ്യുക. Then cool and crystallize the product. The product പിന്നെ cool ചെയ്ത് crystallize ചെയ്യുക. Remove the product from the blow mold to avoid deformation. അപ്പോൾ പ്രോഡക്റ്റ് പിന്നീട് ബ്ലോ മൗൾഡിൽ നിന്ന് ഡിഫോർമേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്.
അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാസേജ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. സോ എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ് ഇസ് യൂസ്ഡ് ടു മേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ഓക്കെ, അപ്പോൾ പാസേജ് തുടങ്ങുന്ന ഇതാണ്, ഇങ്ങനെയാണ്. എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ് ഇസ് യൂസ്ഡ് ടു മേക്ക്, ഇസ് യൂസ്ഡ് ടു കണ്ട, ഇത് പാസീവ് ആണ്. ഇസ് യൂസ്ഡ് ടു മേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. Then first the thermoplastic material is, ആദ്യം എന്താ ചെയ്യുന്നത്? Thermoplastic material is melt and pour thermoplastic material into a hollow tube എന്നാണ് പറഞ്ഞേക്കുന്നത്. Melt and pour. അപ്പോൾ ഇത് നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുന്ന, ഫസ്റ്റ് the thermoplastic material is poured. അപ്പോൾ pour ഇവിടെ poured എന്നാവും, POURED. pour ഇവിടെ poured എന്നാവും. ഫസ്റ്റ് ദി തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ ഇസ് poured. കണ്ടോ, ഇസ് poured എന്നാണ് വരുന്നത്. ഇസ് poured into a hollow tube. Then the mold, പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് അവരെന്താ ചെയ്യുന്നത്, ക്ലോസ് ദി മൗൾഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നതിന് ഇവിടെ ദെൻ എന്ന വാക്ക്, ദെൻ എന്ന കണക്ടറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കണം, കാരണം നമുക്ക് പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിന് നമ്മൾ ദെൻ എന്നാണ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദെൻ എന്താണ്, ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദെൻ ദി മൗൾഡ്, then the mold is closed. Close the mold. അപ്പോൾ ഇവിടെ close എന്നുള്ളത് is closed ആവും. then the mold is closed. പിന്നെ അടുത്ത ലിങ്കർ കണ്ടോ, അടുത്ത സ്റ്റെപ്പ് പറയാനായിട്ട് ആഫ്റ്റർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഈ ബ്ലോ കംപ്രസ്ഡ് എയർ പറയാനായിട്ട് ആഫ്റ്റർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ്, അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ പറയുന്നത്, ആഫ്റ്റർ ദാറ്റ് ഇതിനകത്ത് എന്താ പറയാം, ബ്ലോ കംപ്രസ്ഡ് എയർ ഇൻ ടു ദി പാരസൺ ഫില്ലിംഗ് ദി മൗൾഡ്. അപ്പോൾ ബ്ലോ കംപ്രസ്ഡ് എയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ കംപ്രസ്ഡ് എയർ, അപ്പോൾ കംപ്രസ്ഡ് എയർ, ബ്ലോ ഇവിടെ ബ്ലോൺ ആവും, ഇസ് ബ്ലോൺ എന്നാവും. ബ്ലോ ഇവിടെ ഇസ് ബ്ലോൺ ആവും. അപ്പം നമ്മൾ എങ്ങനെ പറയുന്നത്, ആഫ്റ്റർ ദാറ്റ് കംപ്രസ്ഡ് എയർ is blown into the parison filling the mold. Compressed air is blown into the parison filling the mold. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് the product is then, പ്രോഡക്റ്റ് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, കൂൾ ആൻഡ് ക്രിസ്റ്റലൈസ് ദി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കൂൾ എന്നുള്ളത് കൂൾഡ് ആവും. the product is then, പിന്നെ കൂൾ എന്നുള്ളത് കൂൾഡ് ആവും, ക്രിസ്റ്റലൈസ് എന്നുള്ളത് ക്രിസ്റ്റലൈസ്ഡ് ആവും. the product is then cooled and crystallized. The product is then cooled and crystallized. Finally the product, അവസാന സ്റ്റെപ്പ് എന്താ, റിമൂവ് ദി പ്രോഡക്റ്റ് ഫ്രം ദി ബ്ലോ മൗൾഡ് ടു അവോയ്ഡ് ഡിഫോർമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ റിമൂവ് എന്നുള്ളത് റിമൂവ്ഡ് ആവണം അല്ലേ. ഫൈനലി ദ പ്രോഡക്റ്റ് ഇസ് റിമൂവ്ഡ് ഫ്രം ദി finally the product is removed from the mold to avoid deformation. Finally the product is removed എന്ന് പറയുന്നത്, is removed from the mold to avoid deformation. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ പാസേജ് ഫില്ല് ചെയ്യുന്നത് പാസീവ് ഫോമിൽ. അപ്പോൾ ക്ലോസ് എന്നുള്ളത് ഇസ് ക്ലോസ്ഡ് ആവും, ബ്ലോ എന്നുള്ളത് ഇസ് ബ്ലോൺ ആവും, കൂൾഡ് എന്നുള്ളത് ഇസ് കൂൾഡ് ആവും, ഇസ് ക്രിസ്റ്റലൈസ്ഡ് ആവും, റിമൂവ് എന്നുള്ളത് ഇസ് റിമൂവ്ഡ് എന്നാവും. ഓക്കെ, പോർ എന്നുള്ളത് പോർഡ് എന്നാവും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മളിവിടെ ഒരു പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ പാസീവ് വോയിസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാൻ കാര്യം, നമ്മൾ ആക്ഷനാണ്, അതൊരു പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ ഒരു ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പാസീവ് വോയിസ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, ദെൻ next one is the table below lists seven differences between a petrol engine and a diesel engine. Read them and prepare a paragraph in passive voice describing the difference. അപ്പോൾ
നമുക്ക് താഴെ ഒരു പെട്രോൾ എഞ്ചിൻ്റെയും ഒരു ഡീസൽ എഞ്ചിൻ്റെയും പിക്ചർ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കുറേ ഡിഫറൻസസും തന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് വായിച്ചിട്ട് വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു പ്രിപ്പയർ എ പാരഗ്രാഫ് ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ ഒരു പാരഗ്രാഫ് പ്രിപ്പയർ ചെയ്യണം. ഡിസ്ക്രൈബിങ് ദി ഡിഫറൻസ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്ക്രൈബ് ചെയ്ത് ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് കുറേ പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് വെഹിക്കിൾസ് സച്ച് ആസ് മോട്ടോർ സൈക്കിൾസ് ആൻഡ് കാർസ് യൂസ് ഇറ്റ്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ ലൈറ്റ് വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെവി വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ഡീസൽ എഞ്ചിനാണ്. നിക്കോളാസ് ഓട്ടോ ആണ് പെട്രോൾ എഞ്ചിൻ ഇൻവെന്റ് ചെയ്തത്. റുഡോൾഫ് ഡീസൽ ആണ് ഡീസൽ എഞ്ചിൻ ഇൻവെന്റ് ചെയ്തത്. പിന്നെ കംപ്രസ്ഡ് ഫ്യൂവൽ ആൻഡ് എയർ മിക്സ്ചർ, അപ്പോൾ പെട്രോൾ എഞ്ചിനിൽ ഫ്യൂവലും എയർ മിക്സ്ചറും ഒരുമിച്ചാണ് കംപ്രസ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിനിൽ ഡസ് നോട്ട് കംപ്രസ് ഫ്യൂവൽ ആൻഡ് എയർ മിക്സ്ചർ ടുഗെദർ. ഡീസൽ എഞ്ചിനിൽ എയറും ഫ്യൂവലും കൂടെ ഒരുമിച്ച് കംപ്രസ് ചെയ്യാറില്ല. Then petrol engine is highly volatile fuels, use highly volatile fuels. അപ്പോൾ പക്ഷേ ഡീസൽ എഞ്ചിനിൽ ലോ വോളറ്റൈൽ ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിൻ ഇൻഡ്യൂസസ് ഇഗ്നീഷൻ ബൈ സ്പാർക്ക്. അപ്പോൾ പെട്രോൾ എഞ്ചിനിൽ ഇഗ്നീഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് സ്പാർക്കിലൂടെയാണ്. ഇൻഡ്യൂസസ് ഇഗ്നീഷൻ ബൈ ഹീറ്റ്. ഡീസലിൽ ഹീറ്റ് വഴിയാണ്, ഹീറ്റ് ജനറേറ്റഡ് ബൈ കംപ്രഷൻ ഓഫ് എയർ. അപ്പോൾ എയർ കംപ്രസ് ചെയ്യുമ്പോൾ അതിലൂടെ വരുന്ന ഹീറ്റ് വഴിയാണ് ഇഗ്നീഷൻ ഇഗ്നൈറ്റ് ചെയ്യപ്പെടുന്നത് ഡീസൽ എഞ്ചിനിൽ. ദെൻ പെട്രോൾ എഞ്ചിൻ കൺസ്യൂംസ് ലെസ് ഫ്യൂവൽ. പെട്രോൾ എഞ്ചിനിൽ ഫ്യൂവൽ കൺസംഷൻ കുറവാണ്, ഡീസൽ എഞ്ചിനിൽ കൂടുതലാണെന്നാണ് പറയുന്നത്. ദെൻ വി ഇൻജെക്ട് എയർ ആൻഡ് ഫ്യൂവൽ ടുഗെദർ. പെട്രോൾ എഞ്ചിനിൽ ഫ്യൂവലും എയറും ഒരുമിച്ചാണ് നമ്മൾ ഇൻജെക്ട് ചെയ്യാറ്. ഡീസൽ എഞ്ചിനിൽ വരുമ്പോൾ ഫസ്റ്റ് വി ഇൻജെക്ട് എയർ, we then compress it, after that we add fuel. അപ്പോൾ ആദ്യം ഡീസൽ എഞ്ചിനിൽ വരുമ്പോൾ ആദ്യം നമ്മൾ എയർ ഇൻജെക്ട് ചെയ്യുക, പിന്നെ അത് കംപ്രസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്യൂവൽ ആഡ് ചെയ്യാണ് ഡീസൽ എഞ്ചിനിൽ ചെയ്യുന്നത്. സോ ഡിഫറൻസ് നമ്മളിവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്താണ്? പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ ആർ ഡിഫറെൻറ്റ് ഇൻ മെനി വേസ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ അതിൻ്റെ ഡിഫറൻസിനെ പറ്റി പറയുന്നുണ്ട്. ആർ ഡിഫറെൻറ്റ് ഇൻ മെനി വേസ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. എന്നിട്ട് പറയാണ് ഫസ്റ്റ്ലി. അപ്പൊ ആദ്യം തന്നെ കണ്ടോ, ഫസ്റ്റ്ലി പെട്രോൾ എൻജിൻസ് ആർ യൂസ്ഡ്. mainly in light vehicles such as motorcycles and cars, whereas അപ്പോൾ വേറാസിലാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് പറയാനായിട്ട് കൊണ്ടുവരുന്ന ലിങ്കർ. ഓക്കെ, അപ്പോൾ വേറാസ്, അപ്പോൾ firstly petrol engine are used mainly in light vehicles such as motorcycles and cars, whereas എന്താണ് ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ്? whereas diesel engine firstly petrol engines are used mainly in light vehicles such as motorcycles and cars, whereas diesel engines are used in heavy vehicles such as trucks and buses, whereas diesel engines are used in heavy vehicles such as trucks and buses. പിന്നെ നമുക്ക് അടുത്ത സെന്റൻസ് ആയിട്ട് പറയാം. നിക്കോളാസ് ഓട്ടോ ഇൻവെന്റഡ് പെട്രോൾ എഞ്ചിൻ ഇൻ 1876 ആൻഡ് റുഡോൾഫ് ഡീസൽ ഇൻവെന്റഡ് ഡീസൽ എഞ്ചിൻ ഇൻ 1890. പിന്നെ a petrol engine compresses fuel and air mixture together, whereas a diesel engine does not compress the fuel and air mixture together. അതായത് petrol engine compresses fuel and air mixture together, whereas diesel engine does not compress fuel and air mixture together. പിന്നെ അടുത്തതായിട്ട് പറയാം. Then the major difference is that one of the other major difference is that petrol engine uses highly volatile fuels while
diesel engine uses low volatile fuels. Okay. And പിന്നെ നമുക്ക് പറയാം when the petrol engine induces ignition by spark, the diesel engine induces ignition by heat generated by the compression of the air. And the petrol engine uh, uh, petrol engine consumes less fuel compared to diesel engine which consumes more fuel. Okay, then the petrol engines inject air and fuel together, while the while in a diesel engine the air is injected first and then the fuel is added. Okay. അപ്പോൾ അത് നമുക്ക് just try to fill these blanks, and we'll do that then, and we'll discuss it later. Okay, just try to just attempt to fill just attempt to just attempt this try to attempt this question, and we'll discuss it later. Okay, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു പോയതാണ്. അപ്പോൾ അത് ഒന്ന് ഒരു ഡെമോ ആയിട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് ഒന്ന് എഴുതാൻ പറ്റുമെന്നൊന്ന് നോക്കാം. Okay. Then next is read the steps involved in recording the pH of water and describe the process in a paragraph. അപ്പോൾ കുറേ വാട്ടറിൻ്റെ പി എച്ച് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കുറേ സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. മേക്ക് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് പാസീവ് വോയിസ് ആൻഡ് ലിങ്കേഴ്സ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാസീവ് വോയിസും ലിങ്കേഴ്സും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. See, process description is very important because process description എപ്പോഴും എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്സ് ക്വസ്റ്റ്യനോ 6 മാർക്സ് ക്വസ്റ്റ്യനോ ആയിട്ട് പ്രോസസ് ഡിസ്ക്രിപ്ഷൻ വരാം. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. അപ്പോൾ ഇതേപോലെ ഒരു പ്രോസസ്സ് തന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടായിരിക്കും നമ്മളോട് പറയുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ പറ്റുക? ഫസ്റ്റ് ലൈൻ നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറഞ്ഞേക്കുന്ന കാലിബ്രേറ്റ് ദ മീറ്റർ വിത്ത് ബഫേഴ്സ് എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുക. എന്നിട്ട് ഫസ്റ്റ് ദ മീറ്റർ ഇസ് കാലിബ്രേറ്റഡ് കണ്ടോ, is calibrated with buffers. First the meter is calibrated with buffers. പിന്നെ നമ്മൾ അടുത്ത പ്രോസസ്സ് പറയാനായിട്ട് നമുക്ക് എന്ത് വാക്ക് ഉപയോഗിക്കാം? then ഉപയോഗിക്കാം അല്ലേ? then അപ്പോൾ സെക്കൻഡ് പ്രോസസ്സ് എന്താണ്? rinse the electrode and glassware with distilled or deionized water. അപ്പോൾ നമുക്ക് എങ്ങനെ then the electrode and glassware is rinsed. Rinse എന്നുള്ളത് is rinsed out. Is rinsed with distilled or deionized water. Now second ആയിട്ട് നമുക്ക് ഏത് ലിങ്കർ യൂസ് ചെയ്യാം? നമുക്ക് ആഫ്റ്റർ ദാറ്റ് പറയാം. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചു, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ then എന്ന് ഉപയോഗിച്ചു, പിന്നെ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് ആഫ്റ്റർ ദാറ്റ് എന്ന് പറയാം. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്താണ്? മെഷർ 100 ml of the sample and place it in 150 ml beaker. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് 100 ml of the sample is measured. Measure എന്നുള്ളത് is measured out. Okay, after that 100 ml of the sample is measured and place എന്നുള്ളത് placed out and placed in a 150 ml beaker. Okay, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ പറയാം? അടുത്തതിന് നമുക്ക് നെക്സ്റ്റ് എന്ന ലിങ്കർ ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്ലേസ് ദി റിൻസ്ഡ് ഇലക്ട്രോഡ് ഇൻ എ ടെസ്റ്റ് സാമ്പിൾ. അപ്പോൾ നെക്സ്റ്റ് ദ റിൻസ്ഡ് ഇലക്ട്രോഡ് ഇസ് പ്ലേസ് എന്നുള്ളത് is placed in a test sample. Okay, അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഉപയോഗിച്ചു, പിന്നെ then ഉപയോഗിച്ചു, പിന്നെ ആഫ്റ്റർ ദാറ്റ് ഉപയോഗിച്ചു, പിന്നെ നെക്സ്റ്റ് ഉപയോഗിച്ചു. ഇനി അടുത്ത നമുക്കൊരു and ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ
എന്നിട്ട് and വെച്ചിട്ട് നമുക്ക് പറയാം അടുത്ത സ്റ്റെപ്പ് ആണ് stir the sample very gently, preferably with a with a magnetic stirrer. അപ്പോൾ the electrode is placed in a test sample and stirred, and the sample is stirred very gently, and the sample is stirred very is stirred stir എന്നുള്ള is stirred out is stirred very gently, preferably with a magnetic stirrer. Okay, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് again then എന്ന ലിങ്കർ ഉപയോഗിക്കാം അടുത്ത സ്റ്റെപ്പിന്. അപ്പൊ take the reading within 3 to 5 minutes. അപ്പോൾ നമുക്കിവിടെ then the reading is taken എന്നുള്ളത് taken ആവും. Then the reading is taken within 3 to 5 minutes. പിന്നെ അടുത്തതായിട്ട് നമുക്ക് അവസാനത്തെ സ്റ്റെപ്പ് ആണല്ലേ, അപ്പൊ നമുക്ക് ഫൈനലി എന്ന വാക്ക് ഉപയോഗിക്കാം അവസാനത്തതായതുകൊണ്ട്. അപ്പൊ അവസാനത്തെ സ്റ്റെപ്പ് എന്താ? റെക്കോർഡ് ദി സാമ്പിൾ pH ടു മെഷർ 0.01 pH യൂണിറ്റ്. അപ്പൊ ഫൈനലി the sample record the sample pH to the nearest 0.01 pH unit. അപ്പോൾ finally the pH sample is recorded എന്നുള്ളത് is recorded ആവും is recorded to the nearest 0.01 pH unit. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റെപ്സ് തരുമ്പോൾ അതിനെ പാസേജ് ആക്കി മാറ്റുന്നത്, പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്കേഴ്സ് ആയിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിന് ഫസ്റ്റ് ഉപയോഗിക്കാം, പിന്നെ ദെൻ നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ് ആൻഡ് എന്നൊക്കെ ലിങ്കേഴ്സ് ഉപയോഗിക്കാം. പിന്നെ പാസീവ് വോയിസ്, പിന്നെ ഇതെല്ലാം പാസീവ് വോയിസിലേക്ക് is calibrated, is rinsed, is measured, is placed, is stirred, is taken, is recorded എന്നൊക്കെ വാക്ക് ഉപയോഗിക്കുക. അതൊക്കെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എക്സാമിന് നമ്മൾ ഒരു പ്രോസസ് ഡിസ്ക്രിപ്ഷൻ തരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ലിങ്കേഴ്സ്, രണ്ട് പാസീവ് വോയിസ്. ഇത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പാസേജ് എഴുതാനായിട്ട് ശ്രമിക്കാനായിട്ട്. ഓക്കെ, then so now that you have learned to convert a sentence into a passive, let us take a step-by-step recap on how it is done. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് പാസീവ് വോയിസ് കൺവേർഷൻ എങ്ങനെയാണെന്നാണ്. അത് നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പാസീവ് വോയിസ് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ലൂപ്പ് ഹെർനാൻഡസ് ഇൻവെന്റഡ് ദി സാനിറ്റൈസർ ജെൽ. ഹെർനാൻഡസ് ഇൻവെന്റഡ് ദി സാനിറ്റൈസർ ജെൽ. അപ്പോൾ ഇതൊരു ആക്റ്റീവ് വോയിസിലൊരു സെന്റൻസ് ആണ്. ലൂപ്പ് ഹെർനാൻഡസ് ഇൻവെന്റഡ് ദി സാനിറ്റൈസർ ജെൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ഏതാണ്, വേർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഫൈൻഡ് ദി സബ്ജക്റ്റ്. ഇതിൽ സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ ചെയ്യുന്ന ആള് അല്ലെ, ആക്ഷൻ ചെയ്യുന്ന ആളാണ് നമ്മുടെ സബ്ജക്റ്റ്. ആക്ഷൻ സൂചിപ്പിക്കുന്ന വാക്കാണ് നമ്മുടെ വേർബ്. പിന്നെ ഈ ആക്ഷന്റെ ഫലം അനുഭവിക്കുന്ന ഒബ്ജക്റ്റോ വ്യക്തിയാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ആദ്യം ആക്റ്റീവ് വോയിസിൽ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം സബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ആരാണ് സബ്ജക്റ്റ്? ഇവിടെ ലൂപ്പ് ഹെർനാൻഡസ് ആണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അല്ലെ. പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്, പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് ഒബ്ജക്റ്റ്, ആക്ഷൻ ചെയ്യുന്നതാണ് നമ്മുടെ വേർബ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ലൂപ്പ് ഹെർനാൻഡസ് ആണ്. അപ്പോൾ ലൂപ്പ് ഹെർനാൻഡസ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. Then find the ഒബ്ജക്റ്റ് ഏതാണെന്നാണ് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലൂപ്പ് ഹെർനാൻഡസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആരാണ്? സാനിറ്റൈസർ ജെൽ ആണ് അല്ലെ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദി സാനിറ്റൈസർ ജെൽ ആണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. Now ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദി ഒബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ബിക്കംസ് ദി സബ്ജക്റ്റ് ഓഫ് ദി passive voice.
Hence the new subject of the passive voice sentences. അതായത് നമ്മുടെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആക്റ്റീവ് വോയിസിൽ നമ്മളൊരു ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് നമ്മുടെ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊരു മാത്സിലെ ഫോർമുല പോലെയാണ്. ഓക്കെ, ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ഏതാണ്? സാനിറ്റൈസർ ജെല്ലാണ് നമ്മുടെ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, now identify the verb in the given sentence. ഇതില് verb ഏതാണ്? Invented ആണ് നമ്മുടെ verb. Okay, Loop Hernandez invented the sanitizer gel. അതില് invented ആണ് നമ്മുടെ verb. Now ഇനി verbന്റെ കാര്യം എങ്ങനെയാ മാറുന്നത് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ? The verb in the passive voice is in the format be plus past participle V3. അതായത് പാസീവ് വോയിസിലെ വേർബിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് BE പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3. അതായത് നമ്മൾ വേർബിന്റെ V3 ഫോം പ്ലസ് BE ആണ് നമ്മുടെ V3 ഫോം ആണ്. വേർബിന്റെ V3 ഫോം പ്ലസ് BE ആണ് നമ്മുടെ പാസീവ് വോയിസിൽ verb ആയിട്ട് വരുന്നത്. സോ ദ verb must agree with the new subject in number. അപ്പൊ എപ്പോഴും നമ്മൾ പുതിയ ഒരു verb ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പാസ്റ്റ് പാർട്ടിസിപ്പിൾ verb ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സബ്ജക്റ്റിലെ നമ്പറുമായിട്ട് എപ്പോഴും എഗ്രി ചെയ്യണം. Then the passive verb form the new so the passive verb form of the new sentence is. അപ്പോൾ പാസീവ് verb ഫോം പുതിയ സെന്റൻസിലെ പാസീവ് verb ഫോം എന്താണ്? BE പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ആണ്. അപ്പൊ ഇൻവെന്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇൻവെന്റഡ് ആണ്. BEയുടെ വേറെ ഫോം. അപ്പൊ is was ഒക്കെ BEയുടെ ഫോം ആണ്. അപ്പൊ was BEയുടെ ഫോം. അപ്പൊ was പ്ലസ് ഇൻവെന്റഡിന്റെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വേർബിന്റെ. അപ്പൊ was invented. അപ്പോൾ ആദ്യം നമ്മൾ അപ്പോൾ ഇവിടെ പാസീവ് ഫോം ഓഫ് ദി വേർബ് എന്ന് പറയുന്നത് was invented ആണ്. The passive form of the verb was invented ആണ്. പിന്നെ the passive verb is followed by plus doer of the action. പിന്നെ നമ്മളുടെ പാസീവ് വേർബ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പിടിച്ച് ആദ്യം നമ്മൾ സബ്ജക്റ്റ് ആക്കും. ഓക്കെ, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പിടിച്ച് ആദ്യം നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് എഴുതും. അത് കഴിഞ്ഞിട്ട് പാസീവ് ഫോം ഓഫ് ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ BE പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 എഴുതും. അപ്പോൾ was invented എന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാസീവ് വേർബ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോളോഡ് ബൈ എന്നുള്ളത് പിന്നെ ഒരു പ്ലസ് ബൈ എന്ന് എഴുതും. അപ്പോൾ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പ്ലസ് BE പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് V3 പ്ലസ് ബൈ പ്ലസ് ഡൂവർ ഓഫ് ദി ആക്ഷൻ ചെയ്യുന്ന ആള്. അപ്പൊ ഇത്രയും ആക്ഷൻ ചെയ്യുന്ന ആള്, ഇത്രയുമാണ് നമ്മളൊരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ അതൊന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ റൈറ്റ് ഡൗൺ ദി ന്യൂ പാസീവ് സെന്റൻസ് ഇൻ ദി ഫോമാറ്റ് ന്യൂ സബ്ജക്റ്റ് എന്താണ്? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആണ് പാസീവ് വോയിസിൽ പുതിയ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ദി സാനിറ്റൈസർ ജെൽ പ്ലസ് പാസീവ് വേർബ് ഫോം അപ്പൊ ന്യൂ സബ്ജക്ട് പ്ലസ് പാസീവ് വേർബ് ഫോം ഏതാണ്? ഇൻവെന്റഡ് എന്നുള്ളത് was invented ആവും. പ്ലസ് ബൈ was, അപ്പൊ ദി സാനിറ്റൈസർ ജെൽ ആണ് നമ്മുടെ പുതിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദി സാനിറ്റൈസർ ജെൽ പാസീവ് ഫോം was invented by പ്ലസ് doer. അപ്പൊ ഇത് ചെയ്യുന്ന ആള്. അപ്പൊ നമ്മുടെ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് was invented by Loop Hernandez. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള
ഫോർമുല എന്ന് പറയുന്നത്. അതായത് ന്യൂ സബ്ജക്റ്റ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആണ് പ്ലസ് പാസീവ് ഫോം ഓഫ് ദി വേർബ്. അപ്പോൾ മറ്റേ ആക്റ്റീവ് വോയിസിലെ വേർബിൻ്റെ പാസീവ് ഫോം പ്ലസ് ബൈ പ്ലസ് അതിനകത്ത് ആക്ഷൻ ചെയ്യുന്ന ആൾ പ്ലസ് ഡൂവർ. ഇതാണ് പാസീവ് വോയിസിലെ നമ്മുടെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ note by plus doer can be avoided if the doer is unknown or irrelevant or generally known. അപ്പോൾ ഇതിനകത്ത് doer ഇത് ചെയ്യുന്ന ആൾ, ഈ പ്രവൃത്തി ചെയ്യുന്ന ആക്റ്റീവ് വോയിസിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ the thief was arrested. അപ്പോൾ the police arrested the thief എന്ന് പറയുമ്പോൾ thief was arrested. അപ്പോൾ arrested എന്ന വാക്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾറെഡി നോൺ. അപ്പോൾ ജനറലി നോൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോലീസ് എന്ന് നമ്മൾ the thief was arrested by the police എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. the thief was arrested അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടോ? ലൂപ്പ് ഹെർണാണ്ടസ് ഇൻവെൻറ്റഡ് ദി സാനിറ്റൈസർ ജെൽ. ഇവിടെ ലൂപ്പ് ഹെർണാണ്ടസ് ആണ് ഈ ഒരു സെൻറ്റൻസിൽ. ലൂപ്പ് ഹെർണാണ്ടസ് ആണ് സബ്ജക്റ്റ്, ഇൻവെൻറ്റഡ് ഒബ്ജക്റ്റ് ആണ്. സാനിറ്റൈസർ ജെല്ല് നമ്മുടെ ലൂപ്പ് ഹെർണാണ്ടസ് സബ്ജക്റ്റ് ആണ്, ഇൻവെൻറ്റഡ് വേർബ് ആണ്, സാനിറ്റൈസർ ജെല്ല് നമ്മുടെ ഒബ്ജക്റ്റുമാണ്, ദി സാനിറ്റൈസർ ജെൽ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താ, ലൂപ്പ് ആദ്യം നമ്മൾ ഇതിൻ്റെ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിനെ പിടിച്ച് നമ്മൾ സബ്ജക്റ്റ് ആക്കുകയാണ്. അപ്പോൾ സാനിറ്റൈസർ ജെല്ല് ഇവിടെ വരും, ഈ സാനിറ്റൈസർ ജെല്ല് ഇവിടെ വരും. എന്നിട്ട് വേർബിൻ്റെ പാസീവ് ഫോം എടുക്കണം. ഇൻവെൻറ്റഡ് എന്നുള്ളത് BE പ്ലസ് പാസീവ് ഫോം ഓഫ് ദി വേർബ്. അപ്പോൾ ഇവിടെ വാസ് ഇൻവെൻറ്റഡ് എന്ന് വരും. പ്ലസ് ബൈ, പ്ലസ് അവിടെ നമ്മൾ അഡീഷണൽ ചേർക്കുന്ന വാക്കാണ് ഇവിടെ ബൈ എന്നുള്ളത്. പ്ലസ് ആക്ഷൻ ചെയ്യുന്ന ആൾ. അപ്പോൾ ആക്ഷൻ ചെയ്യുന്ന ആൾ ലൂപ്പ് ഹെർണാണ്ടസ് ആണ്, അതുകൊണ്ട് ബൈ ലൂപ്പ് ഹെർണാണ്ടസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ആക്റ്റീവ് വോയിസ് നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ദി ചേഞ്ചസ് വൈൽ വി കൺവേർട്ട് ആക്റ്റീവ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. അപ്പോൾ നമുക്ക് കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് read these sentences, read these conversions, study these conversions. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഈ സെൻറ്റൻസസ് തന്നെ ഒന്ന് പഠിക്കുക. ഓക്കെ, എക്സാംസിന് തീർച്ചയായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക, സബ്ജക്റ്റ് വേർബ് പ്ലസ് ബൈ ദി ഡൂവർ, ആ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. എന്നിട്ട് അത് ഇതിനെല്ലാം ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കുക. He or she writes the report. She writes the report എന്ന ക്വസ്റ്റ്യൻ. ഇതിൽ ഷീ ആണ് നമ്മുടെ സബ്ജക്റ്റ്, റൈറ്റ്സ് എന്നുള്ളത് റൈറ്റ്സ് എന്നുള്ളത് നമ്മുടെ വേർബാണ്, ദി റിപ്പോർട്ട് എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റിനെ പിടിച്ച് നമ്മൾ സബ്ജക്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഇവിടെ ദി റിപ്പോർട്ട് വരും. പിന്നെ റൈറ്റ് എന്നുള്ളത് BE പ്ലസ് V3 ഫോം ആണ്. അപ്പോൾ റൈറ്റ് എന്നുള്ളത് BEയുടെ വേറെ ഫോം ഇവിടെ ഇസ് വരും. ഇസ് റൈറ്റിൻ്റെ V3 ഫോം റിട്ടേൺ. അപ്പോൾ ദ റിപ്പോർട്ട് ഇസ് റിട്ടേൺ എന്ന് വരും. ഇവിടെ റൈറ്റ്സ് എന്നുള്ളത് ഇസ് റിട്ടേൺ എന്ന് വരും. പിന്നെ പ്ലസ് ബൈ പ്ലസ് ഷീ എന്നുള്ളത് ഹെർ ആയിട്ട് മാറും. അതാണ് ആകെപ്പാട് ഇവിടെ വരുന്ന ഒരു ചേഞ്ച്. ഷീ എന്നുള്ളത് ഹെർ ആയിട്ട് മാറും. ദ റിപ്പോർട്ട് ഇസ് റിട്ടൺ ബൈ ഹെർ. പിന്നെ അടുത്തത് നോക്കിക്കേ, ഐ ഓ ദേ ഓ വി റൈറ്റ് ദി റിപ്പോർട്ട്സ്. ഇവിടെ അഗെയിൻ അതിൽ ഒബ്ജക്റ്റ് ഇവിടെ ദി റിപ്പോർട്ട്സ്. റൈറ്റ് ഇവിടെ റൈറ്റ് എന്നുള്ളത് ആർ റിട്ടേൺ ആയിട്ട് മാറും. BEയുടെ വേറൊരു ഫോമാണ് ആർ. അപ്പോൾ ബിയുടെ ഏത് ഫോം ആണെങ്കിലും ഇസ് വാസ് ആർ ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ദ റിപ്പോർട്ട്സ് ആർ. അപ്പോൾ ആർ റൈറ്റിൻ്റെ ഇവിടെ റൈറ്റ്സ് ആയതുകൊണ്ടാണ് റിട്ടേൺ വന്നത്. ഇവിടെ റൈറ്റ്, അപ്പോൾ ആർ റിട്ടേൺ. അപ്പോൾ സോ ദ റിപ്പോർട്ട്സ് ആർ റിട്ടേൺ
അപ്പോൾ she writes the report is written by him. അപ്പോൾ ഇവിടെ she സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ is വരും. then ഇവിടെ they വരും. അപ്പോൾ theyയോ weയോ അല്ലെങ്കിൽ ഐയോ വരുമ്പോൾ ഇവിടെ ആണ് വരുന്നത്. ബിയുടെ വേറൊരു ഫോം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ റൈറ്റ് ദ റിപ്പോർട്ട്സ് ആർ ദേ. അപ്പോൾ അതായത് സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് വേണം. അപ്പോൾ ദേ റൈറ്റ് ദ റിപ്പോർട്ട്സ് എന്നാണെങ്കിൽ, അല്ലെങ്കിൽ വി റൈറ്റ് ദ റിപ്പോർട്ട് ആണെങ്കിൽ ബിയുടെ ഫോം പ്ലൂറൽ ഫോം ആണ് വരുന്നത്. അപ്പോൾ ദ റിപ്പോർട്ട്സ് ആർ റിട്ടൺ ബൈ മീ അല്ലെങ്കിൽ them അല്ലെങ്കിൽ us. She is writing the report. അപ്പോൾ writing വരുമ്പോൾ is being written. Is was been ഒക്കെ is was are been ഒക്കെ ബിയുടെ വേറെ ഫോം ആണ്. അപ്പോൾ the report is being written by him or her. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള സെന്റൻസ് സ്ട്രക്ചേഴ്സും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ ആ ഒരു V3 ഫോംസ് എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, then now I know. So take the points that you have understood well. അപ്പോൾ നമുക്ക് കുറച്ച് പാസീവ് വോയിസിന്റെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. So subject is given importance in active voice whereas action is given importance in passive voice. കറക്റ്റ് അല്ലേ? ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്, പാസീവ് വോയിസിൽ വരുമ്പോൾ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. then ആക്ഷൻ ആണ് ഇമ്പോർട്ടൻസ്. സബ്ജക്റ്റില് ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്, പക്ഷെ പാസീവ് വോയിസിൽ ആക്ഷൻ ആണ് ഇമ്പോർട്ടൻസ്. then we use passive voice when the action is more important than the doer. അപ്പോൾ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്ന എപ്പോഴൊക്കെയാണ്? ഇപ്പോൾ ഈ ആക്ഷൻ ചെയ്യുന്ന ആളിനേക്കാളും ആക്ഷൻ ഇമ്പോർട്ടൻസ് വരുമ്പോഴാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. then the verb in the passive voice is always in V3 form. അപ്പോൾ പാസീവ് വോയിസിൽ verb എന്ന് പറയുന്നത് എപ്പോഴും V3 ഫോമിലാണ്. അപ്പോൾ സി എന്നാണ് നമ്മുടെ ബേസ് ഫോം എങ്കിൽ സി, സോ, സീനാണ് V3 ഫോം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ അത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. കുറേ വേർഡ്സ് നമ്മൾ കാണാതെ തന്നെ പഠിക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ, V3 ഫോം മനസ്സിലാവണമെങ്കിൽ. അപ്പോൾ verb in passive voice is always in V3 form. then the passive verb pattern is BE plus V3. അപ്പോൾ passive verbന്റെ pattern എന്ന് പറയുന്നത് എപ്പോഴും BE plus V3 form ആണ്. then the passive verb must agree with the subject of the sentence in the passive voice. അപ്പോൾ passive verb എന്നുള്ളത് സബ്ജക്റ്റിനെ ആയിട്ട് എഗ്രി ചെയ്യണം. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഇപ്പോൾ ഐ വരുമ്പോൾ ഷീ ഓർ ഹീ റൈറ്റ്സ് ദ റിപ്പോർട്ടിൽ ഇസ് റിട്ടൺ ആ വരുന്നത്. ഇപ്പോൾ ദേ വരുമ്പോൾ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ആറാണ് വരുന്നത്. ഓക്കെ, then next is must agree with the subject of the sentence in the passive voice. then the by plus doer can be omitted. The by plus doer can be omitted if the doer is irrelevant or unknown or generally known. അപ്പോൾ by plus doer നമുക്ക് omit ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഈ പ്രവൃത്തി ചെയ്യുന്ന ആള് ഇറലവൻ്റ് ആണ്, അല്ലെങ്കിൽ അൺനോൺ ആണെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആളെ നമുക്ക് പാസീവ് വോയിസിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, then you have the extended activities. Okay, so that's